പോലീസ് സേനയിലെ സംഘടനകളെ പൊളിച്ചെഴുതിയ ആഭ്യന്തര വകുപ്പിന്റെ നടപടിക്കെതിരെ നിയമ പോരാട്ടത്തിന് തയ്യാറെടുത്ത സംഘടനകൾ. പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ്. സർക്കാർ ഏകപക്ഷീയമായി തീരുമാനമെടുത്തു എന്നാണ് ആരോപണം. അൻഫ്ലിറ്റ് ഡിസൂസ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അൻഫ്ലിറ്റ്, പോലീസ് ഈ ഓഫീസേഴ്സ് അസോസിയേഷനുമായി ബന്ധപ്പെട്ട ഈ ഒരു മാറ്റത്തിനെതിരെ ഇപ്പോൾ സംഘടനകൾ രംഗത്തെത്തിയിരിക്കുകയാണ്. സർക്കാരിന്റെ തീരുമാനം ഏകപക്ഷീയമായി പോയി എന്നാണ് സംഘടനകൾ ഇപ്പോൾ പറയുന്നത്. എന്താണ് വിശദാംശം? സർക്കാരിൻ്റെ തീരുമാനം, അതായത് ഇന്നലെയാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ഉത്തരവിറങ്ങിയത്. നിലവിൽ സംസ്ഥാനത്ത് പോലീസ് സേനയിൽ 3 സംഘടനകളാണ് ഉണ്ടായിരുന്നത്, അസോസിയേഷൻ. അതിൽ ഒരു സംഘടനയെ പൂർണ്ണമായും ഇല്ലാതാക്കി ഒഴിവാക്കി 2 സംഘടനകൾ മാത്രമാക്കിയാണ് പൊളിച്ചെഴുതുന്ന ഒരു നിലപാടാണ് ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതായത് ഇത്ര വർഷങ്ങളായി നിലനിൽക്കുന്ന കേരള പോലീസിലുണ്ടായിരുന്ന സംഘടനകളെയാണ് പൊളിച്ചെഴുതി 2 സംഘടനകൾ മാത്രമാക്കിയത്. ഇതിനെയാണ് ഇല്ലാതാക്കിയ സംഘടന എന്ന് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ. ഈ ഒഴിവാക്കപ്പെട്ട അല്ലെങ്കിൽ ഇല്ലാതായപ്പെട്ട സംഘടനയാണ് ആ നിലവിലെ സംഘടനാ ഭാരവാഹികളാണ് വലിയ രീതിയിലുള്ള ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇവർ ഉന്നയിക്കുന്നത് സർക്കാർ ഏകപക്ഷീയമായി തീരുമാനമെടുത്തു, അതായത് സംഘടനയിലെ അംഗങ്ങളുടെ അഭിപ്രായമൊന്നും ആരായാതെ ഏകപക്ഷീയമായി തീരുമാനമെടുത്ത് സർക്കാർ ഇങ്ങനെ ഒരു പൊളിച്ചെഴുതുമായി അല്ലെങ്കിൽ ഒരു പുനഃസംഘടനയുമായി സർക്കാർ മുന്നോട്ട് പോകുകയും ഇത് സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. മാത്രവുമല്ല, ഇതിൽ ഇങ്ങനെ ഒരു ഉത്തരവിറക്കിയപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് ആഭ്യന്തര വകുപ്പിൽ നിന്ന് നമുക്ക് ലഭിച്ചൊരു വിശദീകരണം എന്ന് പറയുന്നത് ഈ പോലീസുകാർ തന്നെ നിവേദനം സർക്കാരിന് നൽകിയിരുന്നു. അതായത് DGPയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ 3 സംഘടനകളെ പൊളിച്ചെഴുതി 2 ആക്കി ചുരുക്കിയത്. അപ്പോൾ പോലീസുകാരുടെ നിവേദനം അനുസരിച്ച് DGP അവരുടെ ആവശ്യപ്രകാരം DGP തന്നെ തീരുമാനമെടുത്തു എന്നാണ്. അപ്പോൾ ഈ അസോസിയേഷൻ പറയുന്നത്, അതായത് പൊളിച്ചെഴുതിയ അല്ലെങ്കിൽ ഒഴിവാക്കപ്പെട്ട അസോസിയേഷൻ പറയുന്നത് അത് കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷനാണ്. ഈ ഓഫീസേഴ്സ് അസോസിയേഷൻ പറയുന്നത് ആ വാദം തെറ്റാണ്, കളവാണ്. പോലീസുകാരുടെ ആരുടെയും അഭിപ്രായം ആരായാതെ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥർ തനിയെ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഏകപക്ഷീയമായാണ് നിലപാടെടുത്തത്. മാത്രമല്ല, ഇതിന് പ്രധാനമായും അവർ പറയുന്നത് പോലീസ് ആസ്ഥാനത്ത് ഇപ്പോൾ നിലവിലെ പോലീസ് സംഘടനകളെ പൂർണ്ണമായും സംഘടനകളുടെ ഒരു സ്വാധീനം എന്ന് പറയുന്നത് ഇടതനുകൂല സംഘടനകളാണ്. അപ്പോൾ UDF സർക്കാർ ഭരണം മാറി വന്നപ്പോൾ വർഷങ്ങളായി ഇടതനുകൂല സംഘടനകളാണ് ഈ പോലീസ് അസോസിയേഷൻ്റെ 3 സംഘടനകളിലേക്ക് അസോസിയേഷൻ കൈയടക്കിയിരിക്കുന്നത്. അപ്പോൾ അത് മാറി UDF അനുകൂല സംഘടനകളിലേക്ക് വരാനും ഈ പോലീസ് സംഘടനകളെ ആധിപത്യം സ്ഥാപിക്കാനും UDFിൻ്റെ ഒരു ആധിപത്യം സ്ഥാപിക്കാനും കോൺഗ്രസ് അനുകൂല സംഘടനകളുടെ ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയാണ് ഇടതനുകൂല സംഘടനകളെ മാറ്റാൻ വേണ്ടിയാണ് ഈ രീതിയിൽ ഒരു പൊളിച്ചെഴുത്തുണ്ടായിരിക്കുന്നത് എന്നാണ് ഓഫീസേഴ്സ് അസോസിയേഷൻ പറയുന്നത്. അതുകൊണ്ട് ഇതിനെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങുന്നു. നിയമ പോരാട്ടം എന്ന രീതിയിൽ ഹൈക്കോടതിയെ തന്നെ സമീപിക്കാൻ തന്നെയാണ് അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നത്. നിലവിലെ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ഉത്തരവനുസരിച്ച് 3 സംഘടനകളിൽ നിന്ന് ഓഫീസേഴ്സ് അസോസിയേഷനെ മാറ്റിയതോടുകൂടി ഈ CPO, അതായത് സിവിൽ പോലീസ് ഓഫീസേഴ്സ് മുതൽ ഗ്രേഡ് SI വരെയുള്ളവർ ഒരു സംഘടനയിലും അതിന് മുകളിൽ SI റാങ്ക് മുതൽ പിന്നെ SP വരെ, അതായത് നോൺ IPS SP വരെയുള്ള ഉദ്യോഗസ്ഥർ മറ്റൊരു സംഘടനയിലും, അങ്ങനെയാണ് 2 സംഘടനകൾ മാത്രമായി പൊളിച്ചെഴുതിയത്. ഇതിനെതിരെയാണ് ആ ഒഴിവാക്കപ്പെട്ട അല്ലെങ്കിൽ ഇല്ലാതായ ഓഫീസേഴ്സ് അസോസിയേഷൻ എന്ന സംഘടന ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാനായി ഒരുങ്ങുന്നത്. ഇവർ ഉന്നയിക്കുന്ന ഗുരുതര ആരോപണം എന്ന് പറയുന്നത് ഇത് രാഷ്ട്രീയമാണ്. ഭരണം മാറിയപ്പോൾ UDF സർക്കാർ സംഘടനകളിലും കോൺഗ്രസിൻ്റെ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി തന്ത്രപൂർവമായ ഒരു നീക്കമാണ് UDF സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്ന ഗുരുതരമായ ആക്ഷേപമാണ് ഈ അസോസിയേഷൻ ഉയർത്തുന്നത്. ഇതിനെതിരെ അവർ നിയമപോരാട്ടം നടത്തുകയാണ്.